A+Q സ്വാഗതം. ഇന്ന് പലർക്കും അറിയാൻ ആഗ്രഹമുള്ളൊരു വിഷയമാണ് ഫെയർ വാല്യൂ. ഫെയർ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിനെ ശരിക്കും ന്യായവില എന്ന് പറയും. ഈ ഫെയർ വാല്യൂ ആരാണ് നിശ്ചയിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്തൊക്കെയാണ്, അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഫെയർ വാല്യൂ നിശ്ചയിക്കുന്നത് സർക്കാരാണ്. സർക്കാർ എന്തിനാണ് ഫെയർ വാല്യൂ നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ ന്യായവില നിശ്ചയിക്കുന്നത്? രജിസ്ട്രേഷൻ തട്ടിപ്പ് ഒഴിവാക്കാൻ വേണ്ടിയാണ്. നമ്മളൊരു ഭൂമി വാങ്ങുകയാണെങ്കിൽ, ഭൂമി ഉൾപ്പെടെയുള്ള കെട്ടിടം വാങ്ങുകയാണെങ്കിൽ നമുക്ക് അത് രജിസ്റ്റർ ചെയ്യണം. പ്രമാണം നമ്മുടെ പേരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. തുടർന്ന് നമ്മൾ വില്ലേജ് ഓഫീസിൽ അതനുസരിച്ച് പോക്കുവരവ് നടത്തുന്നു, മറ്റു കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ പേരിലേക്ക് ഈ കരം കൊടുക്കുന്നു. അത് നമ്മുടെ പിന്നീടുള്ള പ്രോസസ്സ്. അപ്പോൾ നമ്മൾ ഈ രജിസ്ട്രേഷൻ ഫീസിൽ വ്യാപകമായ തട്ടിപ്പുകൾ ഉണ്ടാകുന്നു എന്നുള്ളതിനെ തുടർന്ന് സർക്കാർ ഓരോ സ്ഥലത്തിലും, നമ്മുടെ കേരളത്തിലുള്ള സ്ഥലങ്ങൾക്കെല്ലാം തന്നെ ഏകദേശം ഫെയർ വാല്യൂ നിശ്ചയിച്ചിട്ടുണ്ട്. അത് ന്യായവില എന്നാണ് പറയുക. ഫേസ് വാല്യൂ എന്ന് പറഞ്ഞൊന്നുണ്ട്, മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞൊന്നുണ്ട്. അതെന്താണ്? അതായത് നിലവിലുള്ള മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കമ്പോള വില. നമ്മുടെ ഒരു സ്ഥലം വിൽക്കുന്നുണ്ടെങ്കിൽ അതിന് മാർക്കറ്റിലുള്ള റേറ്റ് പലപ്പോഴും കൂടുതലായിരിക്കും, സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന തുക കുറവായിരിക്കുകയും ചെയ്യും. ആളുകൾ യഥാർത്ഥത്തിൽ എന്തു ചെയ്യും? എല്ലാവരും, ആരെയും കുറ്റം പറയുന്നില്ല, എല്ലാവരും സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന എന്താണോ ഫെയർ വാല്യൂ, അതെത്രയാണോ അത് പ്രമാണത്തിൽ കാണിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്യും. പ്രമാണം എന്ന് പറഞ്ഞാൽ ആധാരം. അങ്ങനെയാണെങ്കിൽ ആ തുകയ്ക്ക് മാത്രം ഉള്ള ഫീസ് നമ്മൾ ഒടുക്കിയാൽ മതി. മറിച്ച് മാർക്കറ്റ് റേറ്റിലുള്ള ഫീസ് കൊടുക്കുകയാണെങ്കിലോ വലിയൊരു തുക നമുക്ക് ഒടുക്കേണ്ടി വരും. നടക്കുന്നത് രണ്ടാമത് പറഞ്ഞതാണ്. ആദ്യം പറഞ്ഞത് നമ്മൾ സ്വാഭാവികമായും ചെയ്യാൻ നിർബന്ധിതരാകുന്നത് കൊണ്ട് നമ്മളതനുസരിച്ച് ആ വില ആധാരത്തിൽ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രമാണത്തിൽ കാണിച്ചുകൊണ്ട് രജിസ്ട്രേഷൻ നടത്തും. അറിഞ്ഞിരിക്കേണ്ട ഒരു സുപ്രധാനപ്പെട്ട വിവരം ഞാൻ പറയാം. ഈ ഫെയർ വാല്യൂ ഒരിക്കലും ഫിക്സഡ് അല്ല. എന്ന് പറഞ്ഞാൽ ഓരോ ബഡ്ജറ്റ് വരുമ്പോഴും സാധാരണ നിലയിൽ ഇതിൽ ഒരു എൻഹാൻസ്മെൻറ്റ് ഉണ്ടാകാറുണ്ട്, ഇത് കൂട്ടാറുണ്ട്. കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ നല്ലൊരു കൂട്ടലുണ്ടായി. അതിനെ സംബന്ധിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഒരു വലിയ സ്തംഭനാവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ ഇത് സ്വാഭാവികമായും സംഭവിക്കുന്നതാണ്. രജിസ്ട്രേഷൻ ഫീസൊക്കെ വർദ്ധിക്കും. ഈ ഫെയർ വാല്യൂ കൂട്ടുമ്പോൾ രജിസ്ട്രേഷൻ ഫീസ് കൂടുതൽ കൊടുക്കേണ്ടി വരും. അങ്ങനെ കൂടുതൽ കൊടുക്കുമ്പോൾ ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ട് വരുന്നത് കൊണ്ട് തന്നെ ആ മേഖലയെ അത് ബാധിക്കുകയും ചെയ്യും. ഇത് ഫെയർ വാല്യൂവിനെ സംബന്ധിച്ചിട്ടുള്ള ആമുഖമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഫെയർ വാല്യൂ നിശ്ചയിക്കുമ്പോൾ സർക്കാർ എന്ത് മാനദണ്ഡമാണ് സ്വീകരിക്കുക? നിങ്ങൾക്കറിയാം, പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളിൽ ഫെയർ വാല്യൂ കൂടുതലായിരിക്കും, ചില സ്ഥലങ്ങളിൽ ഫെയർ വാല്യൂ കുറവായിരിക്കും. അത് എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ കൂടുകയും കുറയുകയും ചെയ്യുന്നത്? അതിൻ്റെ കാരണം ഇങ്ങനെയാണ്. അതായത് ഒരു സ്ഥലത്തെ ഫെയർ വാല്യൂ നിശ്ചയിക്കുന്നതിന് സർക്കാർ എടുക്കുന്ന മാനദണ്ഡം എന്ന് പറയുന്നത് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, ആ സ്ഥലം, ആ ലൊക്കാലിറ്റി, പൊട്ടൻഷ്യാലിറ്റി ഉള്ള ലൊക്കാലിറ്റി തന്നെയാണോ അല്ലയോ എന്നുള്ളതാണ് സർക്കാർ ആദ്യം പരിഗണിക്കുക. ഒന്നാമതായി ഈ സ്ഥലത്തിൻ്റെ തരം, അതിൻ്റെ തരം എന്താണ്? അത് കൃഷിഭൂമിയാണോ, അത് അല്ലെങ്കിൽ തോട്ടമാണോ, അല്ലെങ്കിൽ കരഭൂമിയാണോ, കൊമേഴ്സ്യൽ പ്ലോട്ടാണോ, ഇത് പരിഗണിക്കപ്പെടും. രണ്ടാമത്, ഇത് എന്ത് പർപ്പസിനായിരിക്കാം ഈ സ്ഥലം ഉപയോഗിക്കാൻ സാധ്യത. അപ്പോൾ കൊമേഴ്സ്യൽ ആണെങ്കിൽ കൊമേഴ്സ്യൽ ഏരിയയ്ക്കാവുമ്പോൾ അതനുസരിച്ചിട്ടുള്ള വർധനം വരണമല്ലോ ഫെയർ വാല്യൂവിലും. അങ്ങനെയാകാം. അതിൻ്റെ തരം, റെസിഡൻസ് ആണെങ്കിൽ, വീടിനാണെങ്കിൽ അതിൻ്റേതായ തരം, ഉപയോഗ രീതികൾ മനസ്സിലാക്കപ്പെടും. പിന്നെ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പഞ്ചായത്താണോ, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണെന്നോ, അല്ലെങ്കിൽ കോർപ്പറേഷനാണോ? ഇത് മൂന്നുമാണല്ലോ നമ്മുടെ ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന സർക്കാർ ഈ ഫെയർ വാല്യൂ നിശ്ചയിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സ്ഥലം ഇതിൽ ഏത് മേഖലയിൽ വരും? പഞ്ചായത്തിലാണെങ്കിൽ കുറയും, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ കുറച്ചുകൂടെ കൂടും, കോർപ്പറേഷൻ മേഖലയിലാണെങ്കിൽ അത് കുറച്ചുകൂടെ കൂടും. അതിൽ തന്നെ ചില വാർഡുകളിൽ കൂടി വരും. കാരണം ആ വാർഡുകൾ സ്ഥിതി ചെയ്യുന്ന ഏരിയയുടെ, ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക്, ആ പൊട്ടൻഷ്യാലിറ്റി, അതിനുള്ള സാധ്യതകൾ കൂടി പരിഗണിക്കപ്പെട്ടതിന് ശേഷമാണ് ഫെയർ വാല്യൂവിലേക്ക് വരിക. പിന്നെ കൺസിഡർ ചെയ്യുന്ന വേറൊന്ന്, റോഡ് നോക്കും. ഇത് നാഷണൽ ഹൈവേക്ക് തൊട്ട് കിടക്കുന്ന ഭൂമിയാണോ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹൈവേക്ക് തൊട്ട് കിടക്കുന്ന ഭൂമിയാണോ,
PWD റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയാണോ, ഇല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് മോട്ടോർ വാഹനങ്ങളൊക്കെ പോകുന്ന ഒരു പ്രൈവറ്റ് റോഡുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണോ, അല്ലെങ്കിൽ ഇവിടെ വഴിയേ ഇല്ല, റോഡേ ഇല്ല, പൊതുവഴിയൊന്നും ഇല്ലാത്ത സ്ഥലമാണോ, ഇതെല്ലാം പരിഗണിക്കപ്പെടും. ഫെയർ വാല്യൂ നിശ്ചയിക്കുമ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തതിന് ശേഷമാണ് ഫെയർ വാല്യൂ നിശ്ചയിക്കുന്നത്. അപ്പോൾ മാനദണ്ഡം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കും ഇതനുസരിച്ച് സ്ഥലത്തിൽ വ്യത്യാസം വരും. നമുക്ക് കൃഷിഭൂമിയാണെങ്കിൽ പൈസ കുറയൂലേ, മറ്റ് പ്ലോട്ടുകളെ പോലെ കിട്ടില്ലല്ലോ. കൊമേഴ്ഷ്യലാണെങ്കിൽ കൂടും, റെസിഡൻഷ്യൽ ഏരിയയാണെങ്കിൽ കുറയും. അത് ഓരോ സ്ഥലത്തിൻ്റെയും പ്രത്യേകത അനുസരിച്ച് മാറും. എറണാകുളത്താണെങ്കിൽ ഇപ്പോൾ MG റോഡാണ്, സ്ഥലവില വളരെ കൂടുതലാണ്. അതുപോലെ കലൂര് സ്ഥലവില കൂടുതലാണ്, എടപ്പള്ളി സ്ഥലവില കൂടുതലാണ്. അവിടെ ഓരോ സ്ഥാപനങ്ങളും മറ്റുമൊക്കെ വരുമ്പോൾ അതനുസരിച്ച് സ്ഥലവിലയിൽ എങ്ങനെയാണ് കൂടുന്നത്? ഫെയർ വാല്യൂ കൂടുന്നതിൻ്റെ ആനുപാതികമായി ശരിക്കും മാർക്കറ്റ് റേറ്റിലും വ്യത്യാസം വരും. ആ റേറ്റും കൂടും, ഓരോ സ്ഥലത്തും കൂടും, മാർക്കറ്റ് റേറ്റും കൂടും. അതനുസരിച്ച് സർക്കാർ ഫെയർ വാല്യൂ കൂടും. ഇനി വേറൊന്നുണ്ട്, ഈ സ്ഥലം മാത്രമല്ല, അവിടെ ഒരു കെട്ടിടം നിൽക്കുന്നു എന്ന് വെക്കുക, അതിൻ്റെ വില എങ്ങനെയാണ് നിശ്ചയിക്കും? അതിൻ്റെ ഒരു ഫെയർ വാല്യൂ ഇടണമല്ലോ. സാധാരണ നിലയിൽ അത് നിശ്ചയിക്കപ്പെടുന്നത് അവിടെ നിൽക്കുന്ന കെട്ടിടത്തിന് ഒരു രജിസ്റ്റേർഡ് എഞ്ചിനീയറുള്ള സർട്ടിഫിക്കറ്റ് കൂടി വാങ്ങി അതിൻ്റെ മൂല്യം, അതിൻ്റെ വാല്യൂ, അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഏകദേശം ഒരു കോസ്റ്റ് കണക്കാക്കപ്പെട്ടതിന് ശേഷമാണ് അതിൻ്റെ ഒരു ഫിക്സേഷൻ നടക്കുക എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നമ്മുടെ സ്ഥലത്തിൻ്റെ ഫെയർ വാല്യൂ എത്രയാണെന്ന് നമുക്ക് അറിയണ്ടേ? നമുക്ക് അങ്ങനെ അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്കൊരു രജിസ്ട്രേഷൻ ഫീസ് എത്രയാണ് നമ്മൾ കൊടുക്കേണ്ടി വരിക എന്ന് നമുക്കൊരു ഐഡിയ വരുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സൈറ്റാണ് www.igr.kerala.gov.in എന്ന വെബ്സൈറ്റ്. അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങളത് നോക്കുക. ആ സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു സെർച്ച് ഫോർ ഫെയർ വാല്യൂ ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. അതിലേക്ക് നിങ്ങൾ പോവുകയും അതിന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടി വരും. അതിനകത്ത് നിങ്ങളുടെ ഈ സ്ഥലം കിടക്കുന്ന ഡിസ്ട്രിക്റ്റ് ഏതാണ്, ഏത് താലൂക്കിലാണ്, ഏത് ബ്ലോക്കാണ്, റീസർവേ നമ്പർ എത്രയാണ്, സബ് ഡിവിഷൻ എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആ ഫോമിനകത്ത് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ഈ സൈറ്റിൽ കയറി ഈ പറയുന്ന സെർച്ച് പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കേണ്ട ഡീറ്റെയിൽസാണ്. അത് കരമൊടുക്കിയ രസീത് കൂടി കയ്യിൽ വെച്ചതിന് ശേഷമായിരിക്കണം നിങ്ങൾ ഈ സൈറ്റിലേക്ക് നിങ്ങൾ പ്രവേശിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്നുള്ള വിവരം, കാരണം അതിൻ്റെ റീസർവേ നമ്പർ ഉണ്ടെങ്കിൽ, ബ്ലോക്ക് നമ്പർ ഉണ്ടെങ്കിൽ, ഡിവിഷൻ നമ്പർ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളെ കരമൊടുക്കിയ രസീതിനകത്ത് ഡീറ്റെയിൽസ് ഉണ്ടാവും. അത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ ഫെയർ വാല്യൂ, സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ന്യായവില എത്രയാണോ അത് നിങ്ങൾക്ക് അറിയാൻ കഴിയും. മറ്റൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, സർക്കാർ എപ്പോഴും നമ്മളൊക്കെ സെൻറ്റ് എന്നാണ് പറയുക. ഒരു സെൻറ്റിന് ഇത്ര വില, ഒരു സെൻറ്റിന് ഓരോ സ്ഥലത്തെയും വിലകൾ സെൻറ്റ് അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുകയും നമ്മൾ അതനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. വില പേശുന്നതും വില ഉറപ്പിക്കുന്നതും സെൻറ്റിനാണ്. ഒരു സെൻറ്റിന് ഇത്രയാണ്, അതിൽ ബ്രോക്കറേജ് ഇത്രയാണ്, ഈ രീതിയിലൊക്കെയാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ സർക്കാർ ഒരിക്കലും സെൻറ്റ് അടിസ്ഥാനത്തിലല്ല ഈ ഫെയർ വാല്യൂ നിശ്ചയിച്ചിരിക്കുന്ന, മറിച്ച് ആർ എന്നുള്ള നിലയിലാണ്, ഒരു ആർ എന്ന നിലയിലാണ്. ഒരു ആർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2.5 സെൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ആർ എന്ന് പറയുന്നത് 2.5 എന്ന് പറയുമ്പോൾ 2.47 സെൻറ്റ് വരെ വരും. 2.47 വരെ റൗണ്ട് ചെയ്താൽ 2.5 സെൻറ്റ് വരെ. ഈ 2.5 സെൻറ്റാണ് സർക്കാരിൻ്റെ കണക്കിൽ നിങ്ങൾക്ക് ഈ സൈറ്റിൽ കയറിയാലും കാണാൻ കഴിയുക. ആർ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫെയർ വാല്യൂ സൈറ്റിൽ കാണിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. അപ്പോൾ ആധാരങ്ങൾ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഫെയർ വാല്യൂ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ആധാരം രജിസ്റ്റർ ചെയ്യും, അല്ലെങ്കിൽ ചെയ്യണം. അതിൽ നിന്ന് കുറച്ച് ചെയ്തവർക്കാണ് പലപ്പോഴും നോട്ടീസ് വ്യാപകമായി വരുന്നത്. മിക്കവാറും ഇപ്പോൾ ചെയ്യുന്നത് ഫെയർ വാല്യൂ അത്ര സ്ട്രിക്റ്റായിട്ട് ഫെയർ വാല്യൂ മാത്രം പലരും ആധാരത്തിൽ കാണിക്കില്ല, അതിനേക്കാളും കുറച്ചുകൂടി മുമ്പോട്ട് കാണിക്കും എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ അതൊരു ബുദ്ധിപരമായി ആധാരം എഴുത്തുകാരൻ തന്നെ പറയും, കുറച്ചുകൂടെ മുമ്പോട്ടിട്ട് ചെയ്യാം, അത് കറക്റ്റ് അത് മാത്രമായിട്ട് ഇടരുതെന്ന് പറഞ്ഞാണ് ഇപ്പോൾ പലരും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ ഫെയർ വാല്യൂവിനെ കുറിച്ച് ഏതാണ്ട് ധാരണയുണ്ടല്ലോ. ഇനി നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഫീസ് എത്രയാണ്, സ്റ്റാമ്പ് ഡ്യൂട്ടി എത്രയാണ് എന്നുള്ളതിനെയൊക്കെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അടുത്ത മറ്റൊരു എപ്പിസോഡിൽ പറയാം. ഇത്തരം വിവരങ്ങളെല്ലാം ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ലൈക്ക് ചെയ്താൽ സന്തോഷം.